ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് റാങ്കിൽ മാച്ചാണ്. റൂമിൽ ഇന്ന് പുതിയ കുറേ അധികം ടീം വന്നിട്ടുണ്ട്. പഴയ ടീംസായ TRMൻ്റെ ടീമുണ്ട്, അതേണക്കിന് CG ഉണ്ട്. തേർഡിൽ IG ഗഡിൽ വെലോക്സിൻ്റെ ടീമാണ്, വെലോക്സിൻ്റെ ടീമുണ്ട്. ഫോർത്തിൽ അന്ത്രൂട്ടി, ഗോട്ട്, ബാപ്പൂട്ടി ടീംസാണ്. 5 PBസിൻ്റെ ടീം, 7 ടീം ഈറ്റ് മൈ ബിയുടെ ടീമാണ്. അതേണക്ക് NES ഉണ്ട്. ബ്ലൈൻഡ് ടീം സോറോയുടെ ടീമാണ്. എക്സ്റ്റോൺസിൻ്റെ ടീമുണ്ട്. 10 11 CGയുടെ സെക്കൻഡ് ടീമാണ്. അതേണക്ക് തേർഡിൽ ബാൾസ് ടീം. 14ൽ ഈഗോയുടെ ടീമുണ്ട്. ദാസനൊക്കെയാണ് കഴിഞ്ഞ ടീമിലെ വിന്നേഴ്സ്, ടോപ്പ് പ്ലെയർ ആയിരുന്നു. സ്കൂബിയുടെ ഒക്കെ പ്ലേയേഴ്സ് 18ൽ ടോൾഡ് യു ഇസ് ബാക്ക്. അംബാനെ മിസ് ചെയ്യുന്നു. അംബാൻ വന്നിട്ടില്ല, ടൈമിൽ കയറാത്തതുകൊണ്ടായിരിക്കും. 19ാമത്തെ സ്ലോട്ടിലാണ് ടോൾഡ് യു ടീം പാണ്ട. ടോക്സിക്കും അയണക്കനെ IM റോളക്സ് ആൻഡ് ടീം IQൻ്റെ ടീം 25ാമത്തെ സ്ലോട്ടിൽ. അതെ, ഇവിടെ ഫൈറ്റിന് സാധ്യത. ഫൈറ്റിന് തൊട്ടടുത്ത് തന്നെ പ്ലേയേഴ്സ് 25ാമത്തെ ടീമും തൊട്ടടുത്ത് തന്നെയാണുള്ളത്. IM റോളക്സ് ഷോട്ട് ഗൺ എടുക്കുന്നു. കൂടെ DP ഉണ്ട് കയ്യിൽ. റോളക്സിൻ്റെ തൊട്ടടുത്ത് IQ ടീം സോറോയുടെ അടുത്തേക്ക്, TRM സോറോയുടെ അടുത്തേക്ക്. TRMൻ്റെ ടീമാണ് തൊട്ടടുത്തുള്ളത്. TRMൻ്റെ ട്രൈ ഔട്ട്, ഷോട്ട് ഗൺ ആൻഡ് പിസ്റ്റൾ മാത്രം കൊടുക്കുന്നു. ഓഹോ, ഇതാ T25ലെ IQ ഇതാ നോക്കായിരിക്കുന്നു. ടീം സോറോ, TRMൻ്റെ സോറോ ഓപ്പോസിറ്റ് ആണ്. IQനെ ഫിനിഷ് ചെയ്യുന്നു. ഇതാ റിവെഞ്ച് എടുക്കാൻ ടൈസൺ. ഓഹോ, ജസ്റ്റ് മിസ്. AK ആണ് കയ്യിൽ. ഷോർട്ട് റേഞ്ച് എടുക്കാൻ 2C ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഉണ്ട് പ്ലെയർ. പുഷ് ചെയ്യുന്നു. TRM സോറോ. കേരള ടൈസൺ താഴേക്ക് ഇറങ്ങുന്നു. ഓഹോ, അടിച്ചിരുന്നു. സപ്പോർട്ട് കൊടുക്കുന്നു. TRM സോറോയ്ക്ക് സപ്പോർട്ട്. IM റോളക്സ് മാത്രം ബാക്കിയാകുന്നു. ഇതാ 25ലെ എല്ലാ പ്ലേയേഴ്സും വീഴുന്നു. 1 HP അടിച്ചിടുന്നു. 25 വൈപ്പാവുന്നു. ഫസ്റ്റ് ഫൈറ്റ് എടുക്കുന്നു. 25 ടീം 1. TRMൻ്റെ കോർഡിനേഷൻ വീണ്ടും. TRMൻ്റെ ബക്സി ഇത് ഫസ്റ്റ് ടൈം തോന്നുന്നു റൂമിലേക്ക് കളിക്കുന്നത്. TRMൻ്റെ പ്ലേയേഴ്സ് ഇതാ വീണ്ടും ഫൈറ്റിലേക്ക്. പാണ്ട ടോൾഡ് യു പാണ്ടയും 24 ഡിമോൺസിൻ്റെ അടുത്തേക്ക്. ഡിമോൺസാണ് തൊട്ടടുത്തുള്ളത്. ടോൾഡ് യു ഫൈറ്റ് എടുത്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. കൂടെ അംബാനും ഉണ്ടായിരുന്നെങ്കിൽ കളി ഒന്നും കൂടെ കൊഴുത്തേനെ എന്നാണ് ടോൾഡ് യുവിൻ്റെ വാദം. സോറി ടോൾഡ് യു, കാരണം നമുക്ക് ടൈമിൽ തന്നെ റൂം തുടങ്ങേണ്ട ഇതുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. DMRൻ്റെ പ്ലേയേഴ്സ്, DMRൻ്റെ റേഞ്ചർ അവർ വണ്ടി എടുത്ത് ബാക്കി സ്കൂബിയും മാസ്റ്ററിനെയൊക്കെ, DMRൻ്റെ മാസ്റ്ററിനെയൊക്കെ വിളിക്കാൻ പോകുന്നു. സോറോ ആൻഡ് ടീം DMRൻ്റെ അടുത്തല്ല. വിജയനും ദാസൻ്റെയും ആരോടെയൊക്കെ അടുത്ത് 4 ഗോട്ടൊക്കെ തൊട്ടടുത്ത്. ബാപ്പൂട്ടി ഗോട്ട് ഒക്കെ തൊട്ടടുത്താണുള്ളത്. അവർ കൊച്ചിങ്കിയിലാണ്. ഫൈറ്റ് വരുന്നു. MR മലയാളിക്ക് ഫൈറ്റ് നെറ്റാവുന്നു. വിജയൻ നോക്കാവുന്നു. വിജയൻ ഇവിടെ നോക്കായി കിടക്കുന്നു.
ഓഹോഹോ ബാൾസിന്റെ ഫൈറ്റ് അവിടെ ഐ ജി കിട്ടൊക്കെ ഫിനിഷ് ആവുന്നു. അവിടെ ബാൾസിന്റെ ഒക്കെ ഫൈറ്റ് വരുന്നു. ഐ ജി കിഡ് ഒരിടത്തേക്ക് നോക്കാവുന്നു. ഓ ഐ ജി കിഡ് ആൻഡ് ടീം വൈപ്പായിരിക്കുന്നു. അവിടെ ബാൾസ് ആണ് അവരടിച്ചത്. ഇവിടെ വിജയനെ നോക്ക് റിവൈവ് ചെയ്യുന്നു. ദാസൻ വിജയൻ ഒരു കോമ്പിനേഷൻ ആണ്. കഴിഞ്ഞ മാച്ചിലും അവർ തന്നെയാണ് ദാസനും വിജയനും. അതൂട്ടി ആരോ ആണ് അവർ ലോങ് നിന്ന് ഷോട്ട് കൊടുക്കുന്നത്. ഗോട്ട് മാനു ബാപ്പൂട്ടി അതൂട്ടി മിസ്റ്റർ മലയാളിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. വിജയൻ ലിറ്റായിരിക്കുന്നു. എഗെയിൻ എന്നാൽ മലയാളി ആ ഒരു ഫൈറ്റ് എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. തൊട്ടടുത്ത് അടുത്ത ടീം തൊട്ടടുത്തുണ്ട്. ഇതാ ടീം സോറോ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ടീം സോറോയുടെ ടീംസ് ഇതാ ദാസൻ വിജയൻ ടീം ഈഗോ. ഓഹോ വിജയൻ അഗെയിൻ നോക്ക്. എന്നാൽ വിജയനെ ഫിനിഷ് ചെയ്യാൻ സമ്മതിക്കാതെ അവിടെ റിവൈവ് ചെയ്യാൻ വീണ്ടും വരുന്നു. ദാസൻ ഫൈറ്റ് എടുക്കുന്നു. കവർ ഫയർ കൊടുത്ത് റിവൈവ് ചെയ്യുന്നു. ദാസൻ വിജയനെ വീണ്ടും ഹെൽപ്പ് ചെയ്യുന്നു. ബാൾസിലെ രണ്ടുപേരെ ഫിനിഷാക്കി ഐജിക്കിട്ടൊക്കെ ഫിനിഷ് ആവുന്നു. ബാൾസിനെ നോക്കുവാണെങ്കിൽ ബാൾസിൽ രണ്ടുപേര് ബാക്കിയാവുന്നു. ഗോൾഡൻ ബാള് ഡബ്ബർ ബാളുമാണ് ബാക്കിയാവുന്നത്. ആരോ ലോങ്ങില് ഇതാ ടീം സോറോനെ നോക്കി ടീം സോറോ ഒക്കെ ഫൈറ്റ് എടുക്കുന്നു. ടീം സോറോ വില്ലി ഓഹോ കർമ്മ സോറോ ഒക്കെ ഫൈറ്റ് എടുക്കുന്നു. സാൻഡ്വിച്ച് ആവുന്നു. ദാസനും വിജയനൊക്കെ സാൻഡ്വിച്ച് ആവാനുള്ള ഒരു ചാൻസ് തൊട്ടടുത്ത്. അതെ ദാസനും വിജയൊക്കെ സാൻഡ്വിച്ച് ആവുന്നു. രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് ബാപ്പൂട്ടിയുടെ ആൻഡ് ടീം, ഇപ്പുറത്ത് കർമ്മ സോറോയുടെ ടീമാണ്. സോറോ വെയിറ്റ് ചെയ്യുന്നു. ഓഹോ ഈഗോയിലെ ടീമിൽ അടി കൊള്ളുന്നു. വില്ലി ലോങ്ങിൽ നടക്കുന്ന ബ്ലൈൻഡ് ഷോപ്പ് ചെയ്തിട്ട് പോവാണ്. കർമ്മയാന്ന് തോന്നുന്നു ഈഗോയ്ക്ക് ഫൈറ്റ് കൊടുക്കുന്നത്. ദാസൻ വിജയൻ ഇതാ ടീം സോറോയ്ക്ക് നേരെ ദാസനും വിജയനും. എന്നാൽ ഓപ്പോസിറ്റ് അവിടെ ബാപ്പൂട്ടി ആൻഡ് ടീം. ഇതൊരു ഫൈറ്റ് തന്നെയാണ്. അതെ ഒരു ബിൽഡിങ്ങിൽ ടീം സോറോയുടെ ടീംസ് പൊച്ചിങ്കിയിൽ മൂന്ന് ടീം ഈഗോ MS വിജയനും ബാപ്പൂട്ടി ആൻഡ് ടീമിനെ നോക്കി വെയിറ്റ് ചെയ്യുന്നു. ദാസൻ സോറോ ടീമിനെ പുഷ് ചെയ്യുന്നു. അതെ ഇവിടെ ആരോ ലോങ് റേഞ്ചിൽ നിന്ന് കവർ കൊടുക്കാനുള്ള ശ്രമം. ബാപ്പൂട്ടി ദാസൻ ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. ഓഹോ ദാസന് നേരെ നീഡ് വരുന്നു. 3 പേരാണ് ദാസനെ നോക്കി. 3 പേര് ദാസനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ദാസൻ ഫൈറ്റ് എടുക്കാൻ അതെ ഷോർട്ട് റേഞ്ചിൽ ഫൈറ്റ് എടുക്കാനാണോ വെയിറ്റ് ചെയ്യുന്നത്? ഈഗോയുടെ MS ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈഗോയുടെ വിജയൻ മിസ്റ്റർ മലയാളിനെയൊക്കെ നോക്കി വെയിറ്റ് ചെയ്യുന്നു. ഓ മൈ ഗോഡ് ഇവിടെ ടോൾഡ് യു പാണ്ട ഫിനിഷ് ആവുന്നു. അതെണക്കനെ അതെ ടോൾഡ് യു പാണ്ട മാത്രം അന്ത്രൂട്ടിയെ ഫിനിഷ് ചെയ്തിരുന്നു. അവര് ടീം 4ന്റെ അന്ത്രൂട്ടിനെ ആദ്യം തന്നെ ഫിനിഷ് ചെയ്തിരുന്നു. വിജയൻ വെയിറ്റ് ചെയ്യുന്നു. മലയാളി ടീം പുഷ് ചെയ്യുന്നു. അതെ അവര് ലെഫ്റ്റ് ഫ്രാങ്ക് ചെയ്യാനുള്ള ശ്രമം.
റാങ്ക് ചെയ്യാനുള്ള ശ്രമം എന്ന് നടക്കുന്നില്ല. MS ഈഗോ ദാസനും കൂടെ ടീം സോറോയെ പുഷ് ചെയ്യാനുള്ള ശ്രമം. എന്നാൽ സോറോ ഒക്കെ റൈറ്റ് ഫ്ലാങ്ക് ചെയ്തിരിക്കുകയാണ്. റൈറ്റ് ഫ്ലാങ്ക് ചെയ്തു. എന്നാൽ വില്ലും സോറോയും ബാക്ക് ഇറങ്ങി. ഫൈറ്റ് എടുക്കുന്നില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഫൈറ്റ് എടുക്കുന്നില്ല. ഓ TRM ഇതാ ഫൈറ്റ് എടുക്കുന്നു. TRMന്റെ 2 പ്ലേയേഴ്സ് ഇവിടെ ഫിനിഷ് ആവുന്നു. സോറോ ട്രൈ ഔട്ട് തീരുന്നു. ഇന്ന് ബ്ലാക്ക് ഇല്ല TRMന്റെ. അതിന് പകരം റോജ് ബ്ലഡ് ആണ് കൂടെ ഉള്ളത്. തൊട്ടടുത്താണ്. എന്നാൽ NES ആണ് തൊട്ടടുത്തുള്ളത്. NES വെനം. NES ബാബ ഇവിടെ സ്റ്റിക്കർ ഇട്ട് കളിക്കുന്നു. സോറോ NES വെനം. നിയോണാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. നിയോൺ വെയിറ്റ് ചെയ്യുന്നു. NESന്റെ ഒരു പ്ലെയർ നല്ല വെയിറ്റ് ചെയ്യുന്നു. നെറ്റില്ലാത്ത കാരണമായിരിക്കാം. എന്നാൽ എഡ്ജർ ഓഹോ ഇവിടെ തൊട്ടടുത്ത് CGEയുടെ പ്ലേയേഴ്സ് ഉണ്ട്. CGEയുടെ പ്ലേയേഴ്സ് ആണ് തൊട്ടടുത്തുള്ളത്. സിവിലിയൻ CGEയുടെ ഫസ്റ്റ് ടീമാണ് സിവിലിയൻ ടീം വെയിറ്റ് ചെയ്യുന്നു. സ്നാക്സ് ഇപ്രാവശ്യം അവർ ഫുൾ ഫൈറ്റ് എടുത്തില്ല. CGEയുടെ സെക്കൻഡ് പ്ലേയേഴ്സ് ആണ് ഫൈറ്റിലേക്ക് നിൽക്കുന്നത്. നിക്ക് ആൻഡ് ടീം. മിസ്റ്റർ എഡ്ജ് CGEയുടെ ടീംസ് ആണുള്ളത് തൊട്ടടുത്ത്. എന്നാ ഓഹോ ഇവിടെ ആരോ ഫിനിഷ് ആവുന്നു. ഫൈറ്റ് എടുക്കുന്നു. ടീം സോറോയുടെ പ്ലേയേഴ്സ് ആണ്. ടീം സോറോയുടെ പ്ലേയേഴ്സ് ഉണ്ട്. എന്നാൽ ടീം ഈഗോ വിജയൻ ദാസനെ ഫിനിഷ് ചെയ്യുന്നു. ബാപ്പുട്ടി ആൻഡ് ടീം വിജയന്റെ ടീമിലെ ഈഗോയിലെ ടീമിലെ MS മാത്രം ബാക്കിയാകുന്നു. സോറോ ആൻഡ് ടീം ബാക്കിൽ നിന്ന് പുഷ് ചെയ്യുന്നു. ബാപ്പുട്ടി അതിനകനെ ഗോട്ട് മാനു 1 കില്ല്. ബാപ്പൂട്ടി 1 കില്ല്. അതെ, അവർ തീർത്തത് ദാസനെയും വിജയനെയും ടീമിനെയും ആണ്. ബാപ്പൂട്ടി 0 കില്ലാണ്. ഫിനിഷ് ചെയ്തത് സോറോ ആൻഡ് ടീമാണെന്ന് തോന്നുന്നു. സോറോ ആൻഡ് ടീം പുഷ് എടുക്കുന്നു. അതെ, ഈഗോയ്ക്ക് നേരെ സോറോ ആൻഡ് ടീം വീണ്ടും ഫൈറ്റ് എടുക്കുന്നു. സോറോ ആൻഡ് ടീം. അതെ, സോറോ ആൻഡ് ടീം പുഷ് എടുക്കുന്നു. അതെ, സോറോ ആൻഡ് ടീമാണ് അവരെ ദാസനെ ഈഗോ 3 പേരെ അടിച്ചിരിക്കുന്നു. ബ്ലൈൻഡ് 1 HP. വില്ലി ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കാനായിട്ട് കയറുന്നു. മോളി. അതെ, ഓഹോ മൈ ഗോഡ്. ഈഗോ MS പ്ലേ. MS താഴെ ഇറങ്ങുന്നു. ഇല്ല. എൻ്റെ മോനെ, ഇത് കളി 1 man പ്ലേ ആണ്. അതെ, നോക്ക് ഫിനിഷ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നില്ല. അതെ, ഓഹോ 1 HP. വില്ലിതാ ഷോർട്ട് റേഞ്ചിൽ ഫൈറ്റ്
ഫൈറ്റ് എടുക്കുന്നു. എന്റെ മോനെ ഇത് ഫൈറ്റ്, ഈഗോടെ സർവൈവ്, അത് ഫിനിഷ് ചെയ്യുന്നു വില്ല്. സോറോ ടീമിലെ വില്ലാണ് അവിടെ ഫിനിഷ് ചെയ്യുന്നത്. ടീം സോറോ നല്ലൊരു ഫൈറ്റ്. ടീം സോറോ അടുത്തേക്ക് അടുത്ത ടീം വരുന്നു. സോറോ 3, ടോട്ടലി 3 ഫിനിഷാണ് ടീം എടുത്തിരിക്കുന്നത്. ഇവിടെ ടീം മലയാളിയാൻ ടീം വരുന്നുണ്ട്. മലയാളിയാൻ ടീം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. വില്ല് വെയിറ്റ് ചെയ്യുന്നു. വില്ല് ലൂട്ട് ചെയ്യാണ്. അതെ, വില്ല് ലൂട്ട് ചെയ്യുന്നു. ടീം സോറോയുടെ ടീം ബാപ്പൂട്ടി, മാനു മാത്രമാകുന്നു. അതെ, ടോട്ടലി ഇവിടെ ഓഹോ, ഇവിടെ അടുത്ത ഫിനിഷ്. ഓഹോ, മോളിയിൽ വീഴുന്നു സ്നൂപ്പിയാൻ ടീമിന്റെ പ്ലെയർ. അതെ, ഡിമോൺസ് ആണ് ആ ഫൈറ്റ് എടുത്തിരിക്കുന്നത്. ഡിമോൺസിനൊക്കെ നേരെ PBZ ടീം ഇവിടെ കൊണ്ട് കുത്തിയിരിക്കുകയാണ്. പിന്നീട് ടോക്സി RDF പുഷ് ചെയ്യാനുള്ള ശ്രമം. PBZ ഫൈറ്റ് സ്മോക്ക് ഇട്ട് നിറയ്ക്കുന്നു. PBZ വൈപ്പർ AKM കയ്യിൽ AKM സ്റ്റണ്ണർ ചെയ്യുന്നു. അയ്യോ, വൈപ്പറിന് അടിക്കായിരുന്നത്, അത് വൈപ്പറിന് അടിക്കായിരുന്നു. വൈപ്പർ എന്ന ഫൈറ്റ് എടുത്തില്ല. അടുത്ത ടീം വെയിറ്റ് ചെയ്യുന്നു ഫൈറ്റിന് വേണ്ടി. അടുത്ത ടീം വന്നിട്ടുണ്ട്. ഇവിടെ 3 ടീമാണുള്ളത്. നീഡ് PBZ വൈപ്പറിന്റെ നീഡ് വരുന്നു. PBZ മുസാൻ വെയിറ്റ് ചെയ്യുന്നു. PBZ ഫാൽക്കൺ നീഡ് ഇടുന്നു. എന്നാൽ ഫിനിഷ് ഒന്നും കിട്ടുന്നില്ല. PBZ ഫുള്ള് പ്ലേയേഴ്സ് താഴെയാണ്. വൈപ്പർ ഫൈറ്റ് എടുക്കാൻ. ഓ, വൈപ്പർ നോക്കാവുന്നു. വൈപ്പറിനെ വീഴ്ത്തുന്നു. വൈപ്പർ നോക്ക്. അതേപോലെ വൈപ്പറിന്റെ അവിടെ അടുത്ത ഫൈറ്റ്. PBZ മൂസ അവിടെ വീഴുന്നു. അതെ, അവിടെ മുസാൻ ടീം തീരുന്നു. PBZ മുസാനെ പുഷ് ചെയ്യുന്നു. ഓ, PBZ ഫാൽക്കനെ തീർക്കുന്നു. ഇതാ ഒരു ടീം വീണ്ടും വൈപ്പാകുന്നു. PBZ ടീം വൈപ്പാകുന്നു. PBZ ടീമിനെ തീർക്കുന്നത് ടോക്സി. 22ാമത്തെ ടീമാണ്. പ്രോസോറോ, KL40 ഷാനു, ഡിമോൺസിന്റെ സെക്കൻഡ് ടീമാണെന്ന് തോന്നുന്നു. അവരിതാ ഡിമോൺസിന്റെ RDF ഇതാ. ടീം സോറോ ഒക്കെ ഇവിടെ എത്തി. ബ്ലൈൻഡ് ഒക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ്. വില്ല് സോറോ അവരതേ സോണിലേക്ക് കയറിയത് പുഷ് ചെയ്ത് നിർത്തുകയാണ്. ഇവിടെ അടുത്ത ഫൈറ്റിലേക്ക് ടീം സോറോ വെയിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ടീം സോറോ അടുത്തടുത്ത് ഫൈറ്റ് എടുത്തെടുത്ത് പോവുകയാണ്. ബാപ്പുട്ടി ആൻഡ് ടീം സോണിൽ. മാനു അവർ ഫൈറ്റ് എടുത്തില്ല, അവർ സർവൈവ് ചെയ്തതാണ്. NESന്റെ വെനം, NES സോറോ അവർ സോണിൽ ആണ്. ഫൈറ്റിനേക്ക് പോവാണ്. അതെ, കർമ്മ ഫൈറ്റ് എടുക്കുന്നു. കർമ്മ ഫൈറ്റ് എടുക്കുകയാണ്. എന്നാൽ ടീം സോറോ, പ്രോസോറോ ആൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ ഡിമോൺസിന്റെ സെക്കൻഡ് ടീമാണ്. അതെ, ടോക്സി വീഴുന്നു. ടോക്സിനെ വീഴ്ത്തുന്നു. ബ്ലൈൻഡ് കർമ്മയ്ക്ക് നേരെ ഫൈറ്റ്. കർമ്മ ലിഫ്റ്റ് ആവുന്നു.
കർമ്മയ്ക്ക് ഡിമോൺസ് RDFനെതിരെ സോറോ കർമ്മനെ അടിക്കുന്നു. സോറോ കർമ്മയ്ക്ക് ലിറ്റ് കൊടുക്കുന്നു. ബ്ലൈൻഡ് സോറോയ്ക്ക് പുഷ് എടുക്കാനുള്ള ശ്രമം. എന്നാ ബാക്ക് ഇറങ്ങുന്നു. വില്ല് വെയിറ്റ് ചെയ്യുന്നു. അവിടെ കർമ്മ ബ്ലൈൻഡ്. ഓഹോ കർമ്മ ബ്ലൈൻഡ് പുഷ് ചെയ്യാനുള്ള ശ്രമം. ബ്ലൈൻഡ് നോക്കാവുന്നു. ബ്ലൈൻഡ് നോക്ക്. അതേ കണക്കിന് ഓപ്പോസിറ്റ് ടീമിനെ നോക്ക് വീഴ്ത്തി കർമ്മ പുഷ് എടുക്കുന്നു. കർമ്മ പുഷ് ചെയ്യാനുള്ള ശ്രമം. ഇല്ല, ബാക്ക് ഇറങ്ങുന്നു. ബ്ലൈൻഡിനെ റിവൈവ് ചെയ്യാനാന്ന് തോന്നുന്നു. ബാക്ക് ഇറങ്ങുന്നില്ല. അതെ, KL40 ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. KL04 അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഷാനു ഷോർട്ട് റേഞ്ചിൽ കയറി വന്ന ഷോർട്ട് റേഞ്ചിൽ അടിക്കുമെന്നുള്ള ഇതാ സോറോനെ പ്രോ സോറോനെ റിവൈവ് ചെയ്യുന്നു. ഷാനു ഓഫ്ലൈൻ. ഡിമോസ് നോക്ക്. ഷാനു ഓഫ്ലൈനായി ഷാനു വന്നിരിക്കുന്നു. ഷാനു വന്ന് ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. ഓ ഇല്ല, കയറിയില്ല. DBS അതറിഞ്ഞുണ്ട്. ഇതാ ബാക്ക് ഇറങ്ങുന്നു. DBS ബാക്ക് ഇറങ്ങുന്നു. നീടിടുന്നു. ഷാനു അവിടെ ടീം സോറോയിലെ സോറോ 1 HP ആയി നിൽക്കുന്നു. വില്ല് ലെഫ്റ്റ് സൈഡില്, സോറോ അവിടെ റൈറ്റ് സൈഡിൽ വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ സോൺ ഔട്ടിലാണ് ഇരു ടീമുകളും. ആദ്യം ബ്ലൈൻഡിന് നേരെ ഓഹോ ബ്ലൈൻഡിന് ലിറ്റ് കൊടുക്കുന്നു. RDFന്റെ ഫൈറ്റ്. കർമ്മ പുഷ് ചെയ്യാനുള്ള ശ്രമം. കർമ്മ ബാക്ക് ഇറങ്ങുന്നു. ഷാനു ബ്ലൈൻഡ് പുഷ് ചെയ്യുന്നു. അതെ, നീഡ് വന്നിരിക്കുന്നു. നീഡല്ല, ഫുള്ള് സോറോ വെയിറ്റ് ചെയ്യുന്നു. ടീം സോറോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു രീതിയിലും പുഷ് എടുക്കുന്നില്ല. എന്നാൽ മോളി ഇവിടെ ഫൈറ്റ് എടുക്കുന്നത് കർമ്മ ബ്ലൈൻഡും ആണ് ആ വീടിനകത്തേക്ക് പുഷ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. എന്നാൽ പുഷ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നു. അത് ഫൈറ്റ് എടുക്കുന്നു. ഇവിടെ കർമ്മ നോക്കാവുന്നു. എന്നാൽ സോറോ ഫൈറ്റ് എടുക്കുന്നില്ല, വെയിറ്റ് ചെയ്യുന്നു. സോറോ ഫൈറ്റ് എടുക്കാതെ വെയിറ്റ് ചെയ്തിരുന്നു. സോറോ വില്ലും ഇതാ ഫിനിഷ് ആവുന്നു. ടീം സോറോയെ ഫിനിഷ് ചെയ്യുന്നു. 22 പ്ലേയേഴ്സ്. ടീമിലെ 22 പ്ലേയേഴ്സ് ആണ് ഫിനിഷ് ചെയ്യുന്നത്. ഇവിടെ CGയുടെ എഡ്ജറൊക്കെ വെയിറ്റ് ചെയ്യുന്നു. നിക്ക് 4 ഫിനിഷ്. എഡ്ജർ 4 ഫിനിഷ്. നിക്ക് 0. ഇവിടെ മാനുവൊക്കെ സോണിൽ കയറി സോണിലാണ്. എന്നാൽ അവർ സേഫായിട്ട് രീതിയിലുള്ള കളിയാണ് കേട്ടോ. അവർ സേഫായിട്ട് കളിക്കുന്നു. TRM ആണോ? TRM ഫിനിഷായിരിക്കുന്നു. എക്സ്റ്റോൺ ടീം 10ന്റെ അടുത്തേക്ക് CGയുടെ വരവ്. എന്നാൽ കവറില്ലാതെ നിൽക്കുന്നു എസ്റ്റോൺ കവറില്ല. അർജു, അക്കു, മാക്സ്, CGയുടെ പ്ലേയേഴ്സ്. അതെ, CGയുടെ പ്ലേയേഴ്സ് അവരെ
CGയുടെ പ്ലേയേഴ്സ് രണ്ട് സൈഡിലും ആളുണ്ട്. ഒരിടത്ത് ബാപ്പൂട്ടി ആൻഡ് ടീം, ലെഫ്റ്റ് സൈഡിൽ എക്സ്റ്റോണ്ട് ആൻഡ് ടീം, നമ്പർ 10. CGE പ്ലേയേഴ്സ്, അതെ CGE പ്ലേയേഴ്സ് ഫൈറ്റിലേക്ക് പോകാനുള്ള ശ്രമമാണ്. സിവിലിയൻ ഫൈറ്റിലേക്ക് വരുന്നു. NES വെനത്തിന്റെ അടുത്തേക്ക് പുഷ് ചെയ്യുന്നു. അതെ, പുഷ് ചെയ്യാണ് ഇതാ സിവിലിയൻ. ഓഹോ, വണ്ടി നിർത്തിയപ്പോൾ തന്നെ ലൈഫ് പോയി. ഓ മൈ ഗോഡ്, NES ടീം സോറോ എല്ലാം തീർന്നിരിക്കുന്നു. ഇവിടെ വെനം മാത്രമാകുന്നു. CGന് സപ്പോർട്ട് കൊടുക്കാൻ CGന്റെ സ്നാക്സ് വരുന്നു. ഓ, ബാക്കിൽ നിന്ന് അത് അപ്രതീക്ഷിതമായുള്ള ഫൈറ്റ് ആയി പോയി. ലോങ്ങിൽ നിന്നുള്ള അടിയായി പോയി കിട്ടിയത്. അത് ട്വിസ്റ്റ് ആയി പോയി. ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എക്സ്റ്റോൺ ഫൈറ്റ് കൊടുക്കുന്നു. അവർ ടീം 10 വരുന്നത്. സോൺ സേഫ് ആക്കാൻ നോക്കുവാണ്. പ്ലേയേഴ്സ് സോൺ പുറത്താണ്. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ ഫൈറ്റ് വരുന്ന CGയുടെ അടുത്ത പ്ലേയേഴ്സ് വെയിറ്റ് ചെയ്യുന്നു. ഓ, CGയുടെ പ്ലെയറിനെ ഡിമോൺസിന്റെ ഒരു പ്ലെയർ KL ഷാനുവിനെ എഡ്ജർ അടിച്ചിടുന്നു. അത് ലീഡ് കൊടുക്കുന്നു. അതെ, എഡ്ജർ ഫിനിഷ് ചെയ്യുന്നു. എന്നാ എഡ്ജറിനെ അടിച്ച് ഡിമോൺസിന്റെ RDF എഡ്ജറിനെ അടിച്ചു വീഴുന്നു. RDFനെ ഫിനിഷ് ചെയ്യുന്നു. അവിടെ CGE ടീം B&A ഇവിടെ അജു ആൻഡ് ടീമിനെ വെയിറ്റ് ചെയ്യുന്നു. ഒറ്റയ്ക്ക് ഡബർ ബാൾ ഒറ്റയ്ക്ക് ഈ ഫൈറ്റിനിടയ്ക്ക് എല്ലാം ഡബർ ബാൾ ഒറ്റയ്ക്ക് ആവുന്നു. ബാപ്പൂട്ടി ആൻഡ് ടീം വണ്ടിയിൽ രക്ഷപ്പെടാനുള്ള ശ്രമം അടിച്ചിരുന്നു. ഓ മൈ ഗോഡ്, ഇത് ഫൈറ്റ് ഫുള്ള് ടീം ഓപ്പണിൽ വരേണ്ട അവസ്ഥ. എന്നാ എക്സ്റ്റോണെയൊക്കെ അടിക്കുന്നു. എക്സ്റ്റോണിലെ അടിച്ചു കയറി വാ മോനെ, നോക്കാവുന്നു. വീണ്ടും ഇത് ഡബ്ബർ ബോളാണ്. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് കൊടുക്കുന്നത്. ഡബ്ബർ ബോള് 1 man ഷോ ആണ് ഇവിടെ നടന്നത്. ഡബ്ബർ ബോൾ 8 എന്റെ മോനെ, 1 man ഷോ. ഇതാ ഒരു ടീമിനെ ഒറ്റയ്ക്ക് ഫൈറ്റ് എടുക്കുന്നു ഡബ്ബർ ബോള്. എന്നാൽ ബാക്കിറങ്ങി വെയിറ്റ് ചെയ്യുന്നു. CGയുടെ എഡ്ജർ ഓപ്പോസിറ്റ് സിവിലിയനൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. സിവിലിയനൊക്കെ വെയിറ്റ് ചെയ്ത് കളിക്കാനുള്ള ശ്രമമാണ്. എക്സ്റ്റോണിന് ബാക്കിൽ നടി. അതെ, CGയുടെ പ്ലേയേഴ്സ് ലെഫ്റ്റിൽ നിന്ന് പുഷ് കൊടുക്കുന്നു. നിക്ക് എക്സ്റ്റോണൊക്കെ നമ്പർ 10 ടീമിലെ 10ലെ എക്സ്റ്റോൺ വരുന്നു. 7ലെ എക്സ്റ്റോൺ ഈറ്റ് മൈ ബേ നോക്കായിരുന്നു. അവരെ റിവൈവ് ചെയ്യാണ്. ഇവിടെ എക്സ്റ്റോൺ, അജു, അക്കു, മാക്സ് CGയുടെ പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നു. CGയുടെ പ്ലേയേഴ്സ് അത് എഡ്ജറിനെ ഫിനിഷ് ചെയ്യുന്നു. നിക്ക് മാത്രമാണ് CGയുടെ നിക്ക് മാത്രം. CGE നിക്ക്, അതെ നിക്ക് സാൻഡ്വിച്ച് ആവുന്നു.
നിക്ക് സാൻഡ്വിച്ച്. നിക്കിനടുത്ത് നീഡ് വരുന്നു. ഓ മൈ ഗോഡ്, എക്സ്റ്റോണിനൊക്കെ കവറുണ്ട്. സിജിയൻ സിവിലിയനെ നോക്കിടുന്നു. മാക്സ് വരുന്നു. മാക്സ് വണ്ടി എടുത്ത് സോണിൽ കയറാനുള്ള ശ്രമം. അക്കു തൊട്ടടുത്തുണ്ട്. അക്കുവിനെ നോക്കി മാക്സ് വരുന്നു. മാക്സ് സാൻഡ്വിച്ച്. മാക്സ് ഈറ്റ് മൈ ബാഗ്. ഓഹോ, അക്കുവിനെ ലിഫ്റ്റ് കൊടുക്കുന്നു. ഈറ്റ് മൈ ബേ എന്നാ ഫിനിഷ് ചെയ്യുന്നത് അക്കു ആണ്. PBZന്റെ ടീം, PBZന്റെ 2 പ്ലേയേഴ്സ് അടിച്ചു കയറുക. ഇവിടെ നിക്കാണ്. നിക്ക് നോക്കെടുത്തു എന്നാ ഫിനിഷ് ചെയ്യുന്നു. ഈറ്റ് മൈ ബേ. ഇതാ 2 ടീം മാത്രമാകുന്നു. ഇത് ഫൈറ്റ് ആയിരുന്നു. അക്കു മാത്രം ലോങ് റേഞ്ചിൽ. അക്കുവിന് വേണമെങ്കിൽ ലെഫ്റ്റിലോട്ട് ഇറങ്ങി ആ ഫിനിഷ് എടുക്കാം. ഒരു പ്ലെയർ നോക്കാണ്, എന്നാൽ ട്രൈ ചെയ്യുന്നില്ല. അർജു വെയിറ്റ് ചെയ്യുന്നു. എക്സ്റ്റോൺ ഫൈറ്റിലേക്ക് പോകാനുള്ള ശ്രമം. മാക്സ് വെയിറ്റ് ചെയ്യുന്നു. കാരണം അവർക്ക് സോണുണ്ട്. സോൺ ഉള്ളത് കൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അടിച്ചു കയറി വാ. അതെ, ഇന്ന് വ്യത്യസ്തമായ ടീം. ഫസ്റ്റും സെക്കൻഡിലേക്കും വരുന്നു. ഇതുവരെ നമ്മുടെ 5ലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും കയറാൻ പറ്റാത്ത ടീം ആണ് ഈറ്റ് മൈ ബേയുടെ. എന്നാൽ ഈറ്റ് മൈ ബേ ഒക്കെ കയറുന്നു. സെക്കൻഡ് ഉറപ്പിക്കുന്നു. വെയിറ്റിംഗ് മാച്ചാണ്. അതെ, ഓ നീഡ് തുരുതുര. മാക്സ് നോക്ക്. എക്സ്റ്റോൺ സോണിന്റെ തൊട്ടടുത്താണ്. മാക്സ് നോക്കാവുന്നു. മാക്സ് ബാക്ക് ഇറങ്ങുന്നു. അക്കു അടുത്തല്ല. അർജു ഈറ്റ് മൈ ബേക്ക് നീഡ് കൊടുക്കാനുള്ള ശ്രമം. എന്നാൽ ലിറ്റാവുന്നത് അടിച്ചു കയറുവായാണ്. 2 പാമ്പ്. ഓ മൈ ഗോഡ്, അടിച്ചു കയറുക. അതെ, അർജു സാൻഡ്വിച്ച്. ഓഹോ, അടിച്ച്. ഓ മൈ ഗോഡ്, ഇതാണ് ഫൈറ്റ്. ഓഹോ, അക്കു ഇവിടെ ലാസ്റ്റ് ഫൈറ്റ് എടുക്കുന്നു. ടീമിനെ വൈപ്പ് ചെയ്യുന്നു. അക്കു, എക്സ്റ്റോൺ, അർജു, അക്കു, മാക്സ് ഇവരിന്ന് ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അടിച്ചു കയറുക. വോൾവേൻ, ഈറ്റ് മൈ ബേ, എക്സനോൺ ഇവര് സെക്കൻഡ് അടിക്കുന്നു. CGE ടീംസ് 3rd ഉം 4th ഉം ആകുന്നു. CGEയുടെ സിവിലിയൻ ഇന്ന് ഒരു ഫിനിഷ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഫിനിഷ് പോലും എടുക്കാതെ CGEയുടെ സിവിലിയനും സ്നാക്സ് ഒരു ഫിനിഷ് എടുത്തിരിക്കുന്നു. എഡ്ജർ, അവരെ CGEന്റെ സെക്കൻഡ് ടീമിലെ എഡ്ജർ ഇന്ന് കളിച്ചു. എഡ്ജർ 4 കില്ല്, നിക്ക് 3 കില്ല് എടുത്തിരിക്കുന്നു. ബാളില് ഇത് 1 മാൻ ഷോ ആയിരുന്നു. ഡബ്ബർ ബാൾ ഇന്നത്തെ ബെസ്റ്റ് പ്ലെയർ ഡബ്ബർ ബാളാണ്. 8 കില്ലാണ് അവരെ ടീമിനെ ഇതുവരെ എത്തിച്ചത്. ഡബ്ബർ ബാളാണ്. ബാപ്പൂട്ടി 1, അണക്കിനെ മാനു അവർ വെയിറ്റ് ചെയ്ത് നല്ല പുഷങ്ങെടുക്കാതെ കളിച്ചു. അവർ സോണിനകത്ത് കയറാൻ പ്രയാസപ്പെട്ടു. സോണിനകത്ത് പോകുന്നതിൻ്റെയൊക്കെ അടികൊണ്ട് വീഴുകയായിരുന്നു. അത് കണക്കിന് സോറോ ടീം വെയിറ്റ് ചെയ്ത് കളിച്ചു. അവർ 9ാം സ്ഥാനത്ത്. NES 8, 7 ഡിമോസിൻ്റെ സെക്കൻഡ് ടീമാണ്. DRM ഉണ്ട് 11ാം സ്ഥാനത്തെയും. ഈഗോ ടീം 12ാം സ്ഥാനത്തേക്കാവുന്നു. ഇന്നത്തെ ബെസ്റ്റ് പ്ലെയർ 8 കില്ലുമായി ഡബ്ബർ ബാളാണ്. ഡബ്ബർ ബാൾ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഡേ. ഓക്കെ ഗൈസ്, സൈനിങ് ഔട്ട്. അടുത്ത ലൈവിൽ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.